ഇതൊരു കപ്പ് തൂർദാലാണ്, അതായത് സാമ്പാർ പരിപ്പ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 1/4 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നന്നായി കഴുകി എടുത്ത് കൊണ്ടുവന്നതാണ്. ഇതിന് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3-3.5 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വേവിക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു പരിപ്പ് കറിയാണ്. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നതിൽ നല്ലത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ നെയ്യ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുകയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ പരിപ്പെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 4 വിസിൽ വേണ്ടി വന്നു എനിക്ക് ഇതുപോലെ വേവാനായിട്ട്. കടലപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് കടിക്കാനും ഉണ്ടാവും, എന്നാൽ സാമ്പാർ പരിപ്പ് നന്നായി വെന്തിട്ടുമുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ജീരകവും പൊട്ടി വന്നിട്ടുണ്ട്. ഇത് ഒരു കുടം ചെറിയ ഒരു കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വളരെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസ് സവാളയാണ്, അതും വളരെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴന്ന് വരണം. അതിനായിട്ട് നമുക്കൊരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളറായി വരണം. സവാള നന്നായി വഴന്ന് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, അത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്, അതുകൂടി ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് ഒരുവിധം ആയി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ ആവണം. ഈ സമയത്ത് നമുക്ക് ഒരു അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് സവാളയെല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളിയാണ്, അതും ചെറുതായി അരിഞ്ഞതാണ്, അതൊന്ന് ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായി വഴന്ന് വരണം. അത് നമുക്ക് അതുകൊണ്ട് അടച്ച് വെച്ച് നന്നായി വഴന്ന് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. തക്കാളി ഇപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നന്നായി ഉടഞ്ഞ് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ വെള്ളം മുഴുവൻ നന്നായി വറ്റി വരുന്നതിനായിട്ട് 2 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് ശരിക്കും വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമെല്ലാം മാറി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കൈ ഫുള്ള് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞതാണ്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് അത്ര താല്പര്യമില്ലെങ്കിൽ ഇത്രയും ചേർക്കണമെന്നില്ല. പക്ഷേ ഇത്രയും ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടുക. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിരുന്ന ആ പരിപ്പ് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് കുറച്ച് കുറുകിയ കറിയാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം ചേർക്കണമോ അതനുസരിച്ച് നമ്മുടെ ചാറിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഏത് രീതിയിൽ വേണോ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ പരിപ്പ് ഒന്നും ഉപ്പിട്ടല്ലായിരുന്നു വേവിച്ചത്, ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പരിപ്പ് അടിയിലൊക്കെ പിടിക്കാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിൻ്റെ പുളിയെല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു നുള്ള് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറി റെഡിയായി. ഇനി ഇതിന് തടുക്ക ഇടാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. അതിലേക്ക് കുറച്ച് ജീരകം ഒന്ന് ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വറ്റൽമുളകും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണിത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കറി തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്